നമ്മുടെ ധ്യാനത്തിനായി യെശയ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഒരാൾ വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനനെയും യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല. എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്കിങ്ങനെയൊരു കൂടിയോരോ തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സൗണ്ട് സിസ്റ്റത്തിലുള്ളതായ കുറവുകൾ അവിടുന്ന് പരിഹരിക്കണമേ. സൗണ്ട് സിസ്റ്റത്തിൽ ഇടപെട്ട് തടസ്സമുണ്ടാക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലും സൗണ്ട് സിസ്റ്റത്തിലും കൈകടത്തിയിരിക്കുന്ന ദുഷ്ടാത്മാ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. കർത്താവെ, നിൻ്റെ വചനം ഗ്രഹിപ്പാൻ എല്ലാവർക്കും ഇടയാക്കണമേ. ഈ ചുറ്റുമുള്ള പരിസരം മുഴുവനും നിൻ്റെ ദൂതന്മാരാൽ കാവലാക്കപ്പെടണമേ. കർത്താവെ, നിൻ്റെ വചനം ഗ്രഹിക്കുവാൻ തടസ്സമായി ഈ ലോകത്തിൻ്റെ ദൈവം ആരുടെയെല്ലാം മനസ്സ് കുരുടാക്കിയിരിക്കുന്നുവോ ആ മനസ്സുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടുമാറാകട്ടെ. സത്യവചനം ഗ്രഹിപ്പാൻ ഓരോരുത്തരുടെ ഹൃദയങ്ങളെയും തുറക്കണമേ. ഞങ്ങളോട് സംസാരിക്കണമേ, യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. ഇവിടെ വലിയവനായ ദൈവം പറയുകയാണ്, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. കാള തൻ്റെ യജമാനനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. എന്നാൽ ജനം തങ്ങളുടെ സൃഷ്ടിതാവിനെ അറിയുന്നില്ല. ഇത് യഹോവയായ ദൈവം, സർവശക്തനായ ദൈവം സകല മനുഷ്യരെയും നോക്കി പറയുന്ന ഒരു കാര്യമാണ്. നാം ഒടുവിൽ വെളിപ്പാട് പുസ്തകത്തിലും യോബിൻ്റെ പുസ്തകത്തിലും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവം തൻ്റെ സാക്ഷികളായി മനുഷ്യരെ ന്യായസിംഹാസനം നിൽക്കുമ്പോൾ സാക്ഷികളായി ആകാശത്തെയും ഭൂമിയെയും ദൈവം വിളിക്കും. ഇവിടെ ദൈവം പറയുന്ന, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ഇന്ന് നാം കാണുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എങ്ങനെയെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ, തങ്ങളുടെ ജോലി, തങ്ങളുടെ വീട്, അതുപോലെ വിവാഹങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നേടിയെടുത്താൽ മതി. അതിന് എവിടെ പോയി മുട്ടുകുത്തിയാലും എവിടെ പോയി പ്രാർത്ഥിച്ചാലും എന്തെല്ലാം ചെയ്യേണ്ടി വന്നാലും അതിനുവേണ്ടി ഒരുക്കമാണ്. തങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ വളരെ ഓടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്നാൽ നാം മനുഷ്യനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുമ്പോൾ മനുഷ്യന് വെറും ശരീരം മാത്രമല്ല, അവൻ്റെ ഉള്ളിൽ ഒരു ആത്മാവും പ്രാണനുമുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാകും. ഉദാഹരണമായി, ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവസംസ്കാരത്തിന് മുൻപ് എല്ലാവരും കൂടിയിരുന്ന് അദ്ദേഹത്തെ പുകഴ്ത്തി പറയും, ഈ പ്രിയപ്പെട്ടവൻ നമ്മുടെ പട്ടണത്തിന് എത്ര നല്ലവനായിരുന്നു, എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു, എന്നാൽ അവൻ നമ്മെ വിട്ട് കടന്നുപോയി. ആ പ്രിയപ്പെട്ടവൻ്റെ ശരീരം അവിടെ ഇരിക്കുമ്പോഴും പറയുന്നത്, ആ പ്രിയപ്പെട്ടവൻ കടന്നുപോയി. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ശരീരത്തിൽ വസിച്ചിരുന്ന ആ വ്യക്തി കടന്നുപോയി. അതുകൊണ്ട് ഇന്ന് രാത്രികാലം
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവിടെ ഇരുന്ന് കേൾക്കുന്നവരും അതുപോലെ റോഡിൽ നിന്നുകൊണ്ടും കടകളിൽ ഇരുന്നു കൊണ്ടും കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നത്, അല്പസമയം നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിപ്പാനായി നിങ്ങൾ വേർതിരിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി നാം വളരെ ഭാരത്തോടെ കഴിയുന്നതെല്ലാം ചെയ്ത്, എവിടെ മുട്ടുകുത്തണമെന്ന് പറഞ്ഞാൽ അവിടെ മുട്ടുകുത്തി, എവിടെ മെഴുകുതിരി കത്തിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ മെഴുകുതിരി കത്തിച്ചു, എവിടെ പൂജ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ പൂജ ചെയ്തു. അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഭൗതിക കാര്യങ്ങൾ നമ്മൾ നേടുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ അതിനപ്പുറമായി ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ആഴമായി അല്പം നമുക്ക് ചിന്തിപ്പാനായി ദൈവം നമ്മൾക്കിടയാകട്ടെ. അതിനുവേണ്ടി സങ്കീർത്തനം 90:12 വായിച്ചാട്ട്. സാംസ് 90:12. സങ്കീർത്തനം 90:12. സങ്കീർത്തനം 90:12 വായിച്ചാട്ട്. സാം 90:12. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. So teach us to number our days that we may apply our hearts unto wisdom. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ, പ്രിയമുള്ളവരെ, നമ്മൾക്കെല്ലാവർക്കും അറിയാം, മരണം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എത്ര നാൾ ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും എന്നുള്ളതും ആർക്കും തിട്ടമായി പറയുവാൻ കഴിയുകയില്ല. മരണം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല. മരണം എന്ന് പറയുന്നത് ഒരു എക്സിറ്റ്, പുറത്തേക്ക് പോകുവാനുള്ള വഴി. നമ്മുടെ ശാരീരിക മരണം എന്ന് പറയുന്നത്, ആത്മീക മരണമെന്ന് പറഞ്ഞാൽ തീപ്പൊയ്യയിൽ വെന്തുകൊണ്ടിരിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകന്ന് നരകത്തിയിൽ വെന്തുകൊണ്ടിരിക്കുന്ന അനുഭവമാണ്. എന്നാൽ ശാരീരിക മരണമെന്ന് പറയുന്നത് എക്സിറ്റ്. നാം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ അവിടെ പുറത്തേക്ക് പോകുവാനുള്ള വഴി എക്സിറ്റ് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ ഹോസ്പിറ്റലിൽ ചെന്നാൽ എക്സിറ്റ്, പുറത്തേക്ക് പോകുവാനുള്ള വഴി. അതുപോലെ മരണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവും പ്രാണനും പുറത്തേക്ക് പോകുന്ന വഴിയാണ് മരണം. അതെല്ലാവരും മനസ്സിലാക്കണം. ഉദാഹരണമായി, ട്രെയിനിൽ നാം വന്നിറങ്ങി പ്ലാറ്റ്ഫോം 1 നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ പുറത്തേക്ക് പോകാനുള്ള വഴി. ആ വഴിയിൽ കൂടെ പോകുമ്പോൾ ചിലർ കാറിൽ കയറി അവരുടെ വീട്ടിലേക്ക് പോകും, ചിലർ കുറച്ചുകൂടെ നടന്ന് വേറെ ഏതെങ്കിലും ബസ്സിൽ കയറി പോകാനിടയാകും. ഓരോരുത്തർ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. ആ എക്സിറ്റിൽ ഒന്നിച്ച് യാത്ര ചെയ്തു വന്നു, അതിൻ്റെ ശേഷം ട്രെയിൻ നിന്നു. അപ്പോൾ പുറത്തേക്ക് പോകാനുള്ള വഴിയിൽ കൂടെ കുറച്ച് പേര് കാറിൽ കയറി പോകുന്നു, കുറച്ച് പേര് ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ബസ്സിൽ കയറി പോകുന്നു, ചിലർ നടന്നു പോകുന്നു. അതുപോലെ പ്രിയമുള്ളവരെ, നമുക്ക് ശാരീരിക മരണം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവും പ്രാണനും നമ്മെ വേർവിട്ട് പോകുന്നു. അപ്പോൾ ആ വേർവിട്ട് പോകുമ്പോൾ ദൈവവുമായി സമ്പർക്കം ആർക്കെല്ലാം ഉണ്ടോ, അഥവാ നിത്യജീവൻ ആരെല്ലാം പ്രാപിച്ചിട്ടുണ്ടോ, അവരെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പർദീസായിൽ വിശ്രമിക്കാനായി പോകും. അങ്ങനെ സമ്പർക്കം ലഭിക്കാത്തയുള്ളവർ എല്ലാവരും നരകത്തീയിൽ വെന്തുരുകുവാനായി പോകുവാനിടയാകും. അപ്പോൾ മരണം എപ്പോഴാണ് വരുന്നതെന്ന് നമ്മൾക്കറിഞ്ഞുകൂടാത്തതിനാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അതിൻ്റെ അർത്ഥം, നാം ഈ ഭൂമിയിൽ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം നമ്മൾ ഒരുക്കിയിരിക്കും. എന്നാൽ ആ കാര്യം നാം ചിന്തിക്കുന്നില്ല. ഭൗതികം ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥയെ നോക്കിയാൽ യൗവനക്കാരായവർ പലപ്പോഴും അവർ ഈ ഡ്രഗ്സും മറ്റതെല്ലാം കഴിച്ചിട്ട് മത്ത് പിടിച്ച പോലെ നടക്കും. അതുപോലെ മനുഷ്യരായവർ സമ്പത്തിൻ്റെ മത്ത് പിടിച്ച്, സ്വന്തം പേരിൻ്റെ മത്ത് പിടിച്ച്, അല്ലെങ്കിൽ ഭൗതികമായ നന്മകളുടെ മത്ത് പിടിച്ച് എത്ര നാൾ ഞാൻ ജീവിക്കാനിരിക്കുന്നു എന്നുള്ള കാര്യം അല്പം പോലും ചിന്തിക്കാതെ ഭൗതികമായ ശരീരത്തിനു വേണ്ടി മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
അതാണ് അവരുടെ മുൻപിൽ നിൽക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ്, വലിയവനായ ദൈവം സ്നേഹത്തോടെ നമ്മളോട് പറയുന്നത്, മനുഷ്യ, നീ എത്ര നാൾ ജീവിച്ചിരിക്കും എന്നുള്ളത് നീ ഒന്ന് ചിന്തിക്കണം. അതിനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ഒരു ഉപമയോട് പറഞ്ഞത് ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 21 വരെ വായിച്ചാൽ മനസ്സിലാകും. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ 21 വരെ. ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 16 to 21. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ 21 വരെ ഒന്ന് വായിച്ചാട്ട്. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്കേറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു. ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഇവിടെ ഈ ഉപമയിൽ കൂടെ കർത്താവ് പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലാകുമെന്നുള്ളതിനാൽ അധികം വിവരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ധനികനായ മനുഷ്യൻ തൻ്റെ സമ്പത്ത് ധാരാളം വർദ്ധിച്ചു, തൻ്റെ ഭൂമിയിൽ കൃഷി വളരെ വർദ്ധിച്ചു. അപ്പോൾ അതെല്ലാം സ്റ്റോക്ക് ചെയ്തുകൊണ്ട് പറയുകയാണ്, തന്നോട് പറയുകയാണ്, നിനക്ക് വേണ്ടി സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ഇന്ന് നമ്മിൽ അനേക പ്രിയപ്പെട്ടവർ ധാരാളം സമ്പത്തുള്ളവരാണ്. അവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബാങ്കിൽ നല്ല നിക്ഷേപങ്ങളുണ്ട്, റബ്ബർ തോട്ടങ്ങളുണ്ട്, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ എല്ലാം ക്രമീകരിച്ചിട്ട് അവർ പറയുന്നത് ഇനിയും ചിന്തിക്കേണ്ട ആവശ്യമില്ല, എല്ലാം നമ്മൾക്ക് ആവശ്യമായി ഉണ്ട്. അത് നല്ലത് തന്നെ, അങ്ങനെ മക്കൾക്ക് വേണ്ടി കരുതുന്നതെല്ലാം നല്ലത് തന്നെ. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്ന അവനോട്, മൂഢ, ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ഇത് വാസ്തവമായ ഒരു കാര്യമാണ്. നാം നമ്മൾക്ക് വേണ്ടിയുള്ളതെല്ലാം സമ്പാദിച്ചു വെച്ച ശേഷം നിത്യമായത് നാം കരുതിയില്ല എങ്കിൽ ദൈവത്തിന് മുൻപിൽ ദൈവം നമ്മോട് ചോദിക്കുമ്പോൾ മൂഢ എന്നുള്ള ശബ്ദമാണ് കേൾക്കുവാനിടയാകുന്നത്. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. ആകയാൽ ഈ പട്ടണത്തിൽ ഞങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നത്, ഇന്ന് എത്ര നാൾ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവനോടിരിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ല. ആകയാൽ എത്രയും വേഗം തങ്ങളുടെ രക്ഷിതാവിനെ മനസ്സിലാക്കി. കർത്താവ് എന്താണ് പറയുന്നത്? കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. എന്നാൽ മനുഷ്യർക്ക് തങ്ങളുടെ സൃഷ്ടിതാവിനെ അറിയുവാനുള്ള ആഗ്രഹം അധികമില്ല. അപ്പനമ്മമാരിൽ കൂടെയോ മറ്റുള്ളവരിൽ കൂടെയോ ലഭിച്ചതായ ഉപദേശമനുസരിച്ച് അല്ലെങ്കിൽ അറിവനുസരിച്ച് അങ്ങ് മുൻപോട്ട് പോവുകയാണ്. അവിടെയും ഇവിടെയും മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സമ്പാദിച്ച് അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ഭൗതികമായ അനേക കാര്യങ്ങൾ ലഭിച്ചു, അത് നല്ലത് തന്നെ. എന്നാൽ പ്രിയ സഹോദര സഹോദരി, നിനക്ക് ഈ ലോകത്തിലുള്ളതായി നിൻ്റെ അവസ്ഥ വിട്ട് പോയേ മതിയാകുള്ളൂ. 1 പത്രോസ് 1:24-25 കൂടെ വായിച്ചാട്ട് ഞാൻ ചില വചനങ്ങൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത് അത് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയിരിക്കേണ്ടതിന് വേണ്ടിയാണ്. 1 പത്രോസ് 1:24-25. 1 Peter chapter 1 verse 24 and 25 വായിച്ചാൽ. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗി എല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ വിതിർന്നുപോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. For all flesh is as grass, and all the glory of man as the flower of the grass. The grass withereth, and the flower thereof falleth away. ഒരു മനുഷ്യൻ്റെ സകല മഹിമയും അവൻ്റെ സമ്പത്തും
പേരും പെരുമയും എല്ലാം പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നു പോയി, എന്നാൽ കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുണ്ടായിരിക്കുന്ന സമ്പത്തുകളോ പേരോ പെരുമയോ നല്ല ആരോഗ്യമോ അതെല്ലാം വെറും പുല്ലിൻ്റെ പൂ പോലെ മാത്രമേ ഉള്ളൂ. കൂടുതൽ ജീവിച്ചാൽ 120 വർഷം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സമ്പാദിച്ചതെല്ലാം വിട്ടിട്ട് നിങ്ങൾക്ക് പോയേ മതിയാകുള്ളൂ. അതുകൊണ്ട് എത്ര നിങ്ങൾ കഷ്ടപ്പെട്ട് എത്ര നല്ല പേര് സമ്പാദിച്ചാലും, നല്ല പേരുണ്ടാകുന്നത് നല്ലത് തന്നെ, സമ്പത്ത് നല്ലത് തന്നെ, എന്നാൽ പ്രിയ സഹോദര സഹോദരി, നിന്റെ മഹിമയെല്ലാം വെറും പുല്ലിൻ്റെ പൂ പോലെ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് മനുഷ്യർക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്നത്, നിത്യമായി നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. ആ ദൈവവചനമാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേതെല്ലാം വെറും പുല്ലുപോലെയും പുല്ലിൻ്റെ പൂ പോലെയും മാത്രമാണ്. എന്നാൽ ദൈവവചനമോ, ദൈവവചനമോ അതെന്നേക്ക് നിലനിൽക്കുന്നതാണ്. വേറെ ചില വാക്യങ്ങളുടെ വായിക്കാം. സങ്കീർത്തനം 78:39 വായിച്ചാട്ട്. സങ്കീർത്തനം 78:39. Psalm 78 verse 39. Psalm 78 verse 39. സങ്കീർത്തനം 78:39 വായിച്ചാൽ. അവർ ജഡമത്രേ എന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റെന്നും അവൻ ഓർത്തു. For he remembered that they were but flesh, a wind that passeth away and cometh not again. മനുഷ്യരെക്കുറിച്ച് ദൈവം പറയുന്നത് അതെങ്ങനെയാണ്? മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റ്. പ്രിയ സഹോദര സഹോദരി, ഒരു പക്ഷേ നീ വളരെ വലിയവൻ, വലിയ വീടും നല്ല പേരും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നീ ഒരു പാവപ്പെട്ടവനായിരിക്കാം. എന്നാൽ നിത്യനായ ദൈവത്തിൻ്റെ മുൻപാകെ വെറും ഒരു കാറ്റ് മാത്രമാണ്, മടങ്ങി വരാത്ത ഒരു കാറ്റ്. ഈ പാലാ പട്ടണത്തിൽ എത്ര വലിയ മഹാന്മാർ, ധനമുള്ളവർ ജീവിച്ചിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? മടങ്ങി വരാതെ. അവരൊരിക്കലും തിരിച്ചു മടങ്ങി വരുന്നില്ല. കാറ്റ് മടങ്ങിപ്പോയതുപോലെ ചില പ്രിയപ്പെട്ടവർ ചിന്തിക്കാറുണ്ട്. അവർ അനേക വർഷങ്ങളായി 84 ലക്ഷം പ്രാവശ്യം ജനിച്ച് വീണ്ടും ജനിച്ചങ്ങനെ പുനർജന്മത്തിൽ കൂടെ അങ്ങനെ പോകുമെന്ന് പലരെ അല്പമായി ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ കാലത്ത് അങ്ങനെ ചിന്തിക്കുന്നവരും വളരെ കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ചിന്ത 100% തെറ്റാണ്. മനുഷ്യൻ ഒരു പ്രാവശ്യം മാത്രമേ ഈ ഭൂമിയിൽ വരുന്നുള്ളൂ. അതിനുശേഷം ഒരു പക്ഷിയായോ ഒരു മൃഗമായോ വേറൊരു ജീവിയായോ മനുഷ്യൻ വീണ്ടും വരുന്നേ ഇല്ല. ഒരൊറ്റ പ്രാവശ്യം മാത്രം മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നു. അത് തിരിച്ചു വരാത്ത കാറ്റ് പോലെ നാം എത്ര കാറ്റ് കാണുന്നു അതുപോലെ. ഉദാഹരണമായി നിങ്ങൾ ചിന്തിച്ച് നോക്കിയാട്ട്, പലരുടെ ചിന്ത ഒരു ജന്മം കഴിഞ്ഞു, അപ്പോൾ കുറച്ച് പാപങ്ങൾ, ഉദാഹരണമായി അതിലല്പം സത്യമുണ്ടെന്ന് വിചാരിച്ചെന്ന് ഒരു അല്പമായി അത് സത്യമല്ല, എന്നാൽ നിങ്ങളുടെ ചിന്തയ്ക്കായി പറയുന്നു. മനുഷ്യനായി ജനിച്ചു വളർന്നു മരിക്കാറായ സമയത്ത് 100 പാപം മൊത്തമുണ്ട്. അതിൽ പല പൂജകളും പല തീർത്ഥാടനങ്ങളും എല്ലാം ചെയ്ത് 100ൽ 90 പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നിരിക്കട്ടെ. മരിക്കുമ്പോൾ 10 പാപമുണ്ട്. അതിനുശേഷം ഒരു പക്ഷിയായി വന്നു. ഒരു പക്ഷിയായി വന്നപ്പോൾ ചില ജീവികളെ തിന്നുകയും അങ്ങനെയും പക്ഷിയായി വന്നപ്പോഴും ചെയ്ത പാപങ്ങളിൽ 5 പാപം ബാക്കി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഒരു പശുവായി ജനിച്ചു. പശുവായി ജനിച്ചാൽ പശുവിൻ്റെ കാലിൻ്റെ കുളമ്പുകൾക്ക് അടിയിൽ എത്ര ജീവികളാണ് മരിക്കുന്നത്. അപ്പോൾ പശുവായി ഒടുവിൽ മരിക്കുമ്പോഴും ഒരു 20 പാപം, ബാക്കി പാപങ്ങൾക്ക് ചില അടിയുണ്ടു, അതെല്ലാമായി. അപ്പോൾ 3 ജന്മം കൊണ്ട് മനുഷ്യൻ്റെ ജന്മത്തിൽ 10, പക്ഷിയുടെ ജീവിതത്തിൽ 5, പിന്നെ അതുപോലെ പശുവിൻ്റെ ജീവിതത്തിൽ 10. അപ്പോൾ 3 ജന്മം കൊണ്ട് തന്നെ പാപം 23 ആയി.
അപ്പോൾ 84 ലക്ഷം പ്രാവശ്യം കയറി ഇറങ്ങി വരികയാണെങ്കിൽ പാപം വർദ്ധിക്കുമോ കുറയുമോ? പാപം വർദ്ധിക്കുകയേ ഉള്ളൂ. എൻ്റെ കൂടെ ഞങ്ങൾ ജമ്മുവിൽ ഒരു ബ്രാഹ്മണ സഹോദരൻ ശർമ്മ ഞങ്ങളുടെ അവിടെ, അദ്ദേഹം എൻ്റെ അടുക്കൽ, അദ്ദേഹം അവിടുത്തെ വലിയ ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റ് ആയിരുന്നു. എല്ലാ മെഡിസിനും അവിടെയാണ് വരാറുള്ളത്. ജമ്മുവിൽ വേറെ 8 വലിയ ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലുള്ള മരുന്നുകളെല്ലാം അദ്ദേഹത്തിൻ്റെ അടുക്കലാണ് വരുന്നത്. അദ്ദേഹം പിന്നെ അവിടുന്ന് റിട്ടയേർഡായി, പെൻഷനായി. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കാനിടയിൽ അദ്ദേഹം രാമായണം 18,000 ശ്ലോകമായിട്ട് എഴുതി, മുഴുവൻ രാമായണവും എഴുതിയിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു എന്തിനാണ് ഇത്? ദൂരദർശൻ, ഡൽഹി ദൂരദർശൻകാരെ സ്വീകരിച്ച് ഓരോ എപ്പിസോഡായിട്ടിട്ടാൽ എൻ്റെ പേരും കുറച്ചാവും, അതുപോലെ എനിക്ക് കുറച്ച് പണവും കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശർമാജി, നിങ്ങൾ എത്ര ജന്മം മാറിയാണ് ഇപ്പോൾ ഈ ബ്രാഹ്മണ ജന്മത്തിലേക്ക് വന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഈ പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാൻ മീറ്റൊന്നും, ഇറച്ചിയൊന്നും കഴിക്കുകയില്ല, മുട്ട കഴിക്കുകയില്ല, അതുപോലെ ഇറച്ചിയോ മുട്ടയോ മീനോ കഴിക്കുന്നവരുടെ വീട്ടിൽ നിന്ന് വെള്ളം പോലും കുടിക്കുകയില്ല, ഞാൻ കള്ളു കുടിക്കുകയോ മദ്യപിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എന്നെ തന്നെ വിശുദ്ധനായി കാക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വളരെ നന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രിയ സഹോദര ശർമാജി, നിങ്ങൾ ഫാർമസിസ്റ്റായി ഈ മെഡിക്കൽ കോളേജിൽ ഇരുന്നപ്പോൾ 5 ആശുപത്രികൾക്ക് കൊടുക്കുവാനായി ഗവൺമെൻറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് പാവപ്പെട്ടവർ കൊടുക്കാനായി കിട്ടിയ മരുന്നുകൾ നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ രഹസ്യമായി വിറ്റിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, അതാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങനെ വളരെ വിറ്റു, 2 വലിയ വീട് ഞാൻ പണിയുവാനിടയായി. ഞാൻ പറഞ്ഞു, അത് പാപമല്ലയോ? ഇല്ല, ഞാൻ അതിൻ്റെ ഷെയർ ഡയറക്ടർക്കും മിനിസ്റ്റർക്കും കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പാവപ്പെട്ട മനുഷ്യർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതായ മെഡിസിൻ, മരുന്ന് നീ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത് പണം സമ്പാദിക്കുക പാപമല്ലേ? അപ്പോൾ കുറച്ച് നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, എന്ത് പറയാനാണ്? ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ ഒരുപാട് പ്രാവശ്യം മാറി മാറി ജന്മം എടുത്തുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്ത് പറയാനാണ്, ഞങ്ങൾ മനുഷ്യരെയും ദൈവത്തെയും മോഷ്ടിക്കുന്നവരാണ് എന്ന് പറയുവാനിടയായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്ര പ്രാവശ്യം ജന്മം മാറിയെടുത്തുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലോ. പ്രിയമുള്ളവരെ, ഒരുത്തരും തിരിച്ച് ജന്മമെടുത്തു വരുന്നില്ല. ഒരു കാറ്റ് പോലെ ഇവിടെ ദൈവവചനം പറയുന്നു, മടങ്ങി വരാത്ത ഒരു കാറ്റ് പോലെ വന്നു പോകുന്നു. 10-20 വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിലും പല സ്ഥലങ്ങളിലും പുനർജന്മം ഉണ്ടായി എന്ന് പറഞ്ഞ് വളരെ മാസികകളിലൊക്കെ പെരുമാറുന്നു. ഞാനപ്പോൾ ഒരു കേസിൻ്റെ പുറകെ പോയി. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി, 4-5 വയസ്സുള്ളൊരു പെൺകുട്ടി പറയുവാനിടയായി, ഞാൻ ഇന്ന ആളിൻ്റെ ഭാര്യയായിരുന്നു, ഞാൻ ആക്സിഡൻ്റായി മരിക്കുകയായിരുന്നു, മരിക്കുന്നതിന് മുൻപ് ഞാനൊരു പച്ച സാരി മേടിച്ചത് ആ പെട്ടിയിലുണ്ട്, നിങ്ങളവിടെ പോയാൽ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചെന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരു പെട്ടി, ഒരു പുരുഷനുണ്ട്. അത് കഴിഞ്ഞ് പെട്ടി കിട്ടി, ആ പെട്ടിക്ക് അത് നോക്കിയപ്പോൾ പച്ച സാരിയുമുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇതാണ് പുനർജന്മത്തിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞ് എല്ലാവരും അച്ചടിച്ച് പരസ്യമാക്കാൻ തുടങ്ങി. പിന്നെ ആ പെൺകുട്ടിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ആ ദുഷ്ടാത്മാവിനെ ശാസിച്ച ശേഷം ചോദിച്ചു, പെൺകുട്ടി, നീ ആരുടെ ഭാര്യയായിരുന്നു? അപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാ. എവിടെയായിരുന്നു നീ സാരി മേടിച്ചത്? നീ ഒന്നും അറിഞ്ഞുകൂടാ. എന്താ നിങ്ങൾ ചോദിക്കുന്നതെന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ മനസ്സിലായി, ആ പെൺകുട്ടിയുടെ മേൽ വേറൊരു ദുഷ്ടാത്മാവ് ഭൂതം വന്നിരുന്ന് ജനങ്ങളെ ചതിക്കുവാനായി ചെയ്ത പണിയാണ്. ഞാൻ ഡൽഹിയിലും മറ്റു പല പട്ടണങ്ങളിലും വളരെ ശക്തമായി പറഞ്ഞ ഒരു കാര്യം, പുനർജന്മം എടുത്തു വന്ന ഒരാളെ കൊണ്ടുവരുകയും, ഒരാളെ. ഞാൻ ഇന്ത്യ മഹാരാജ്യത്തിൽ പല വലിയ വലിയ പട്ടണങ്ങളിൽ പരസ്യമായി പറഞ്ഞ കാര്യമാണ്. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, പ്രിയ മനുഷ്യ, നീ വീണ്ടും ഈ ഭൂമിയിൽ വരാൻ പോകുന്നില്ല. നീ വേറൊരു ജീവിയായിട്ടോ വേറൊരു മനുഷ്യനായിട്ടോ വരുന്നില്ല. ഒരു കാറ്റ് പോലെ നീ ഈ ഭൂമിയിൽ വന്നു. 60 വർഷമോ 80 വർഷമോ 100 വർഷമോ 120 വർഷമോ ജീവിച്ചിരുന്ന ശേഷം നീ ഇവിടുന്ന് യാത്രയാകും.
മടങ്ങി വന്ന് ഇതിൻ്റെ സമ്പത്ത് അനുഭവിക്കുവാൻ കഴിയുകയില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പാലാ പട്ടണത്തിൽ വളരെ കഷ്ടപ്പെട്ട് സമ്പത്തെല്ലാം വർദ്ധിപ്പിച്ച് നല്ല റബ്ബർ തോട്ടങ്ങളും ബാങ്കിൽ പണവുമെല്ലാം ആക്കിയ പ്രിയപ്പെട്ടവരാരെങ്കിലും മടങ്ങി വന്നിട്ടുണ്ടോ? അവരെത്ര കഷ്ടപ്പെട്ടാണ് സമ്പത്തുണ്ടാക്കിയത്, എത്ര അധ്വാനിച്ചു, അവരെത്ര വേർപ്പൊഴിച്ചു, അവർക്കതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അവർ സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ട് മടങ്ങിപ്പോയി. പ്രിയ സഹോദരാ, നിന്നോടും ഞാൻ ഈ രാത്രിയിൽ പറയുന്നത്, നിന്റെ ഓർമ്മയ്ക്കായി സ്നേഹത്തോടെ പറയുന്നത്, നീ മടങ്ങി വരാത്ത ഒരു കാറ്റാണെന്ന് ഓർത്തുകൊള്ളണം. നീ മടങ്ങി വരാത്ത ഒരു കാറ്റ് എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. അതോടുകൂടെ 1 ദിനവൃത്താന്തം 29:15 കൂടെ വായിച്ചാട്ട്. 1 ദിനവൃത്താന്തം 29:15, ഫസ്റ്റ് ക്രോണിക്കിൾ 29:15. 1 ദിനവൃത്താന്തം 29:15 എന്ന് വായിച്ചാട്ട്. 1 ദിനവൃത്താന്തം 29:15. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 29 വേഴ്സ് 15. ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളും ആകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയുമില്ല. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയുമില്ല. For we are strangers before thee and sojourners are as we were all our fathers. Our days on the earth are as a shadow, and there is none abiding. हिंदी में बोले तो कोई ठिकाना नहीं. ഇവിടെ പറയുന്നത് ഒരു സ്ഥിരതയുമില്ല, നാം എല്ലാം നിഴൽ പോലെ മാത്രമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, റോഡിൽ നിന്നുകൊണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ കടകളിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഈ രാത്രി നിന്നോട് പറയുകയാണ്, നീ എത്ര ശ്രമിച്ചാലും ഒരു സ്ഥിരതയുമില്ല. ഒരു നിഴൽ പോലെ മാത്രം. നിഴൽ രാവിലെ വളരെ നീണ്ട നിഴൽ കാണുന്നു, എന്നാൽ സൂര്യൻ പൊങ്ങി വരുമ്പോഴും നിഴലിൻ്റെ ആ നീളം കുറയുന്നു. ഒടുവിൽ ഉച്ചയായ സമയത്ത് നോക്കിയാൽ നിഴൽ എവിടെ പോയെന്ന് കാണാൻ കഴിയുന്നില്ല. അതുപോലെ മാത്രമാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ ദൈവവചനം നിങ്ങളോട് പറയുകയാണ്. ഇവിടെ പറയുന്നത്, ഞങ്ങൾ നിന്റെ മുൻപാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരുമായ പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഞങ്ങളുടെ സകല പിതാക്കന്മാരും പരദേശികളായി അവരുടെ പരദേശവാസം കഴിഞ്ഞ് അവർ പോയി. അതുകൂടാതെ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെ അത്രേ, യാതൊരു സ്ഥിരതയുമില്ല. പ്രിയമുള്ളവരെ, ഇതാണ് സത്യം. ഇത് ഗ്രഹിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ പലപ്പോഴും ഇത് ഗ്രഹിക്കുവാൻ അല്പം പ്രയാസമാണ്. കാരണം നമ്മൾക്ക് ഈ ലോകത്തോടുള്ള സ്നേഹം നിമിത്തം അങ്ങ് പല കാര്യങ്ങളും മറന്നിരിക്കുകയാണ്. എന്നാൽ മരണം വന്ന് നിങ്ങളുടെ വാതുക്കൽ മുട്ടിക്കഴിയുമ്പോൾ എല്ലാം തീർന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 4:19 വായിച്ചാൽ, ഇയ്യോബ് 4:19, ജോബ് ചാപ്റ്റർ 4 വേഴ്സ് 19. ഇയ്യോബിൻ്റെ പുസ്തകം ഞാൻ ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് മുൻപോട്ട് പോകട്ടെ. പൊടിയിൽ നിന്ന് ഉത്ഭവിച്ചു, മൺപുരകളിൽ പാർത്തു, പുഴുപോലെ ചതഞ്ഞു പോകുന്നവരിൽ എത്ര അധികം. How much less is them that dwell in a house of clay, whose foundation is in the dust, which are crushed before the moth. പൊടിയിൽ നിന്ന് ഉത്ഭവിച്ചു മൺപുരകളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവും പ്രാണനും പാർക്കുന്നത് ഈ ശരീരമാകുന്ന മൺപുരയിലാണ്. ആത്മാവും പ്രാണനും മരണമില്ല. മനസ്സിലാക്കണം, നമ്മുടെ ആത്മാവിനും പ്രാണനും അന്ത്യമില്ല. എന്നാൽ നാം സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഈ ശരീരം വെറും മൺപുരയാണ്. എത്ര സ്നേഹത്തോടെ ഇതിനെ വളർത്തിയാലും ആത്മാവും പ്രാണനും പോയി കഴിഞ്ഞാൽ പിന്നെ
ഇത് മണ്ണോട് ചേരുകയേ ഉള്ളൂ. ആകയാൽ പ്രിയമുള്ളവരെ, നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ മൺപുരയ്ക്കകത്ത് ഒരാത്മാവും പ്രാണനുമുണ്ട്. അതാണ് നിത്യമായി പാർക്കുന്നത്. അതിനവസാനമില്ല. നിങ്ങളുടെ ശരീരത്തിന് അവസാനമുണ്ട്, എന്നാൽ നിങ്ങളിൽ പാർക്കുന്ന ആത്മാവിനും പ്രാണനും അവസാനമില്ല. നാം പാർക്കുന്നതെല്ലാം ഈ മൺപുരയിലാണെന്ന് ഓർത്തുകൊള്ളണം. അപ്പോൾ നാം ഇവിടെ ചരതിച്ച് വച്ചിരിക്കുന്നതെല്ലാം ഈ മൺപുരയ്ക്ക് വേണ്ടിയാണ്. ഈ മൺപുര വിട്ട് നമ്മൾ പോകേണ്ടി വരും. യെശയ്യാവ് 2:22 കൂടെ ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാവ് 2:22. ഐസയ ചാപ്റ്റർ 2 വേഴ്സ് 22. യെശയ്യാവ് 2:22 ഒന്ന് വായിച്ചാട്ടെ. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയുവിൻ, അവന് എന്ത് വിലമതിപ്പാനുള്ളൂ? മൂക്കിൽ ശ്വാസമുള്ള, ഇംഗ്ലീഷ്, seize you from man whose breath is in his nostril, for wherein is he to be accounted for. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയുവീൻ, അവനെ എന്ത് വിലമതിക്കുവാനുള്ളൂ? ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ശ്വാസം നമ്മുടെ മൂക്കിൽ നിന്ന് പോകുന്നു വരുന്നു, ശ്വാസം പോകുന്നു വരുന്നു. ഒരു പ്രാവശ്യം നിങ്ങളുടെ ശ്വാസം നിങ്ങളുടെ മൂക്കിൽ നിന്ന് പോയി കഴിഞ്ഞു, അത് തിരിച്ചു വന്നില്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യാനൊക്കും? ഹോസ്പിറ്റലിൽ ആർട്ടിഫിഷ്യൽ വെന്റിലേറ്റേഴ്സ് ഉണ്ട്. ആ വെന്റിലേറ്റർ ഇട്ടിട്ട് ഒരാളുടെ പ്രാണൻ വിട്ടുപോയതിന് ശേഷം വെന്റിലേറ്ററിലിട്ട് 12 മണിക്കൂർ നോക്കി, വെന്റിലേറ്ററിലിട്ട മെഷീനിലിട്ടിട്ട് ചെസ്റ്റൊക്കെ പൊങ്ങുകയും താഴുകയും ഒക്കെ അങ്ങനെ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞു, പ്രാണനൊന്നും മടങ്ങി വന്നില്ല. 2-ാമത്തെ ദിവസവുമായി. അപ്പോൾ ഡോക്ടർ പറയും, ഇനി ഒന്നും ചെയ്യാനൊക്കെയല്ല, കൊണ്ടുപോയി സംസ്കരിച്ചോ എന്ന് പറയും. പ്രിയ സഹോദര സഹോദരി, ഇത് സത്യമാണ്. നിന്റെ മൂക്കിൽ നിന്ന് പോകുന്ന ശ്വാസവും തിരിച്ചു വന്നില്ല എങ്കിൽ നീ എന്തു ചെയ്യും? ഞാൻ വലിയ മെഡിക്കൽ സയൻറ്റിസ്റ്റിനോട് സംസാരിച്ചിട്ടുണ്ട്. മെഡിക്കലായിട്ട് വളരെ ജ്ഞാനം പ്രാപിച്ച ഡോക്ടറേറ്റ് എടുക്കൽ. ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഇതിന് വല്ല മെഷീനുണ്ടോ ഈ ശ്വാസം പോയി കഴിഞ്ഞാൽ തിരിച്ച്? അവർ പറഞ്ഞു, വളരെ ആഴമായി, സാധാരണക്കാരുള്ള MBBSകാരോടല്ല, ഇതിന് വളരെ റിസർച്ച് നടത്തുന്ന അമേരിക്കയിലും മറ്റ് സ്ഥലങ്ങളിലും അങ്ങനെയുള്ളവരുടെ കോൺഫറൻസിൽ അവരോട് വചനം സംസാരിക്കുമ്പോൾ അവരോട് വളരെ ആഴമായി ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ യുവാവേ, നിന്റെ കയ്യിലെ മസിലുകളെല്ലാം നോക്കി ഒരു പക്ഷേ നീ അഹങ്കാരിയായിരിക്കാം, എന്നാൽ നിന്റെ മൂക്കിലെ ശ്വാസം നിന്നിൽ നിന്ന് പോയി കഴിഞ്ഞ് അത് മടങ്ങി വന്നില്ല എങ്കിൽ നിന്നെ എന്തിനു കൊള്ളാം? ദൈവത്തിനു മഹത്വം കൊടുക്കുക. ആ ദൈവം നിനക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യുവാൻ കൃപ നിന്നിരിക്കുന്നു. അനേകം മെഡിക്കൽ സയൻറ്റിസ്റ്റ് അനേക വലിയ വലിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒന്നും അവർക്ക് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയിലായിരുന്നപ്പോൾ അവർ ഈ കൃത്രിമ മനുഷ്യനെ ഉണ്ടാക്കിക്കുന്ന കാര്യത്തിൽ കൂടെ സംസാരമുണ്ടായി. അവരപ്പോൾ എന്നോട് കോൺഫറൻസിൽ ചോദിച്ചു, ഞങ്ങൾ മനുഷ്യനെ അങ്ങനെ സൃഷ്ടിച്ച് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടാകുന്ന മനുഷ്യനെ ഞാൻ എവിടെയെങ്കിലും പണം കിട്ടിയാൽ എങ്ങനെയെങ്കിലും ഞാൻ ആ മനുഷ്യനെ ആദ്യം മേടിച്ചിട്ട് ഞാൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ആ മനുഷ്യനെയും കൊണ്ട് നടക്കും. പ്രസംഗിക്കുന്നിടത്തെല്ലാം ആ മനുഷ്യനെ കാണിക്കും. ഞാൻ പറയും, മനുഷ്യനുണ്ടാക്കിയ മനുഷ്യൻ ഇതാ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ എന്ന് പറയുവാൻ ഞാൻ പറഞ്ഞു. അതിന് വളരെ ആഴമായി സംസാരിക്കേണ്ടതായ അവസരമുണ്ടായി. ഞാൻ പറഞ്ഞ, പ്രിയമുള്ളവരെ, മനുഷ്യൻ വളരെ ശ്രമിക്കുന്നുണ്ട്. വളരെ സയൻസ് വളരെ അഡ്വാൻസ് ആയിട്ടുണ്ട്. മെഡിക്കലായി വളരെ 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 കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യ, നീ ഓർക്കണം,
നിൻ്റെ ശ്വാസം നിൻ്റെ മൂക്കിൽ അകത്താണ്. അത് വന്നു പോയി വന്നില്ല എങ്കിൽ നീ എന്ത് ചെയ്യാൻ കഴിയും? ആകയാൽ ഇന്ന് രാത്രി നിന്നോട് പൂർണ്ണ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നത്, നിന്റെ സൃഷ്ടാവിനെ, നിന്നെ സൃഷ്ടിച്ചവനെ ഒന്ന് അന്വേഷിപ്പാൻ ഒരാഗ്രഹം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. കാള തൻ്റെ ഉടവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എന്നാൽ മനുഷ്യർ തൻ്റെ സൃഷ്ടികർത്താവിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരു വാക്യം കൂടെ വായിച്ചാണ് യാക്കോബിൻ്റെ ലേഖനം 4:13-14. യാക്കോബിൻ്റെ ലേഖനം 4:13-14. ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 13 and 14. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച വ്യാപാരം ചെയ്ത ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളതാ? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണേ. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾക്കുവീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ആവി ഇങ്ങനെ പൊങ്ങിക്കാണുന്നു. കുറച്ച് കഴിയുമ്പോൾ അത് കാണാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, നാം എത്ര അല്പരാണ്, നമ്മുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയേ മതിയാകുള്ളൂ. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക എന്ന് നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ ഞാനിവിടെ കുറച്ച് നാളങ്ങ് ജീവിക്കുമെന്ന് പറഞ്ഞ് നടന്നാൽ കാര്യം നടക്കയില്ല. മരണത്തിൻ്റെ അവസരം വന്നു കഴിയുമ്പോൾ പ്രിയ സഹോദര സഹോദരി, നിൻ്റെ അവസ്ഥ എന്തായിത്തീരും എന്ന് ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കുക. നാം ഇവിടെ എഴുതിക്കുന്നത് എന്താണ്? നാം വെറും ഒരാവിയല്ലോ. നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് സ്തോത്രം. ആകയാൽ പ്രിയമുള്ളവരെ, മനുഷ്യർ എത്ര ക്ഷണീകരെന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെ ക്ഷണീകരായിരിക്കുവാൻ വേണ്ടിയല്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 28 വരെ വായിച്ചാട്ട്. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് അങ്ങനെ ക്ഷണികരായി അല്പനേരത്തേക്ക് മാത്രം ഈ ഭൂമിയിലായിരിക്കണം എന്നുള്ള അവസ്ഥയിലല്ല. വായിച്ചാട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെ വായിച്ചാട്ട്. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം ഒരാവിയെ പോലെ അല്ലെങ്കിൽ പുല്ലിനെ പൂ പോലെ അല്പനേരത്തേക്ക് കാണുന്നതായ ഒരു വ്യക്തിത്വമായിരിക്കാൻ വേണ്ടി അല്ല. ദൈവത്തിൽ കൂടെ നാം ആഴമായി ചിന്തിക്കുമ്പോൾ ദൈവം എന്തുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയല്ല. നാം ദൈവത്തെ ആരാധിക്കുന്നു, സ്നേഹത്തോടെ ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തെ ആരാധിക്കുവാനായി ധാരാളം ദൂതന്മാരുണ്ട്.
ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് നാം ദൈവത്തോടുകൂടെ സമരായി തീർന്ന്, ദൈവത്തെ പോലെ ആയിത്തീർന്ന് ദൈവവുമായി നിത്യമായി വസിക്കുവാൻ വേണ്ടിയാണ്. നാം അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രോഗ്രാമിനെക്കുറിച്ച് നാം വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1 മുതൽ 4 വരെ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രോഗ്രാം നമുക്കവിടെ കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 21 1 മുതൽ 4 വരെ ഒന്ന് വായിച്ചാട്ടെ. റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 1 to 4. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഈ വചനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ഇപ്പോൾ അവസരമില്ല. കർത്താവ് അവസരം തരികയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. എന്നാൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിച്ചത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിൻപിൽ വലിയൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ പ്രോഗ്രാം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള ഒരുക്കം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ദൈവത്തിൻ്റെ പ്രോഗ്രാം ആരംഭിക്കുന്നത് പുതിയ ഭൂമിയിലും പുതിയ ആകാശവും സൃഷ്ടിച്ച ശേഷം പുതിയ യെരുശലേമിൽ തൻ്റെ മക്കളോടുകൂടെ വസിച്ചുകൊണ്ടാണ് ദൈവം തൻ്റെ പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഇപ്പോൾ ദൈവം തൻ്റെ പ്രോഗ്രാമിനു വേണ്ടി തനിക്കുള്ളവരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അവസരം കൊടുക്കുകയാണ്. ഇന്ന് ഈ സ്പീക്കറിൽ കൂടെ, വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്ക്, റോഡിൽ നിൽക്കുന്നവരെയും വിവരം അറിയിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് പ്രേരണ തന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. സകല മനുഷ്യരെയും ജാതി മതഭേദം കൂടാതെ സകലരെയും ദൈവം സ്നേഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ്? നിത്യമായി ഈ ഭൂമി ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ ശേഷം ദൈവം തൻ്റെ വാസം ആരംഭിക്കുവാൻ പോവുകയാണ്. നിങ്ങളെ മനസ്സിലാക്കുവാനായി ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളൊരു 10-12 മുറിയുള്ള ഒരു വലിയ വീട് പണിയുവാനായി 1/2 ഏക്കർ സ്ഥലമെടുത്തു, അല്ലെങ്കിൽ എടുത്ത് വിചാരിച്ചാട്ട് അതിനകത്ത് അതിൻ്റെ കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി അതിൻ്റെ ആ വലിയ വീട് പണിയുന്നതിന് മുമ്പേ ഒരു ഷെഡ് വയ്ക്കും. ആ ഷെഡിനകത്ത് സിമെൻറ്റും മറ്റുള്ള സാധനങ്ങളെല്ലാം വയ്ക്കും. നിങ്ങൾ തൽക്കാലം അതിനകത്ത് പാർത്ത് ആഹാരം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ ആ വലിയ വീട് പണിത് തീർന്ന ശേഷം ആ ഷെഡ് പൊളിച്ചു കളയും. ആ ഷെഡ് ഇരുന്ന സ്ഥലത്ത് നിങ്ങൾ നല്ല ഗാർഡനോ എല്ലാം ഉണ്ടാക്കും. അതിന് ശേഷമാണ് ആ പുതിയ ഭവനത്തിൽ കയറി പാർക്കുന്നത്. കാരണം ആ പുതിയ ഭവനത്തിന് മുൻപേ ആ ഷെഡ് ഒന്നിനും കൊള്ളരുന്നതല്ല. അതുപോലെ ഇന്ന് നാം കാണുന്ന ഭൂമി, പുതിയ ഭൂമി, പുതിയ യെരുശലേമിന് മുൻപാകെ ഒരു ഷെഡ് പോലെ മാത്രമാണ്. ആ പുതിയ ഭൂമിയിൽ പാർക്കുവാൻ യോഗ്യരാരെല്ലാം. അതുകൂടാതെ പുതിയ യെരുശലേമിൽ തന്നോടുകൂടെ ചേർന്ന് വാഴുവാൻ യോഗ്യരാരെല്ലാം എന്നുള്ളത് ദൈവം ഈ നാളുകളിൽ മനുഷ്യർക്ക് ഓരോരുത്തരും അവസരം കൊടുത്ത് ദൈവം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആ സമയം കഴിയുമ്പോൾ ഈ ഭൂമി നശിച്ചു പോകും. ഗ്ലോബൽ വാർമിംഗ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ശാസ്ത്രജ്ഞന്മാരും പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അവരെത്ര ശ്രമിച്ചാലും 104-ാം സങ്കീർത്തനം വായിച്ചാട്ട്, 104-ാം സങ്കീർത്തനത്തിൻ്റെ ഭാഗം വായിച്ചാട്ട്, അവൻ ഈ ഭൂമിയെ എന്ത് ചെയ്യാൻ പോകുകയാണ്? 104-ാം സങ്കീർത്തനത്തിൻ്റെ അല്ല ക്ഷമിക്കണേ, 102-ാം സങ്കീർത്തനം 25-26 വായിച്ചാണ്. ക്ഷമിക്കണേ, 104 102-ന്റെ 25-26 ഒന്ന് വായിച്ചാണ്. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു.
അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോവുകയും ചെയ്യും. ഇവിടെ ഈ ഭൂമിയെയും ആകാശത്തെയും കുറിച്ച് ദൈവവചനം 1000 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ ദാസന്മാരാൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഗ്ലോബൽ വാർമിംഗ്, ഇന്ന് സയൻറ്റിസ്റ്റ് എല്ലാം പറയുകയാണ് ഈ ഭൂമി ഇനി അധിക നാൾ ഇങ്ങനെ നിൽക്കയില്ല. പഴയ വസ്ത്രം പോലെ ഇത് കീറിപ്പോകാൻ പോകുകയാണ്. പുതിയ ഭൂമി ദൈവം സ്ഥാപിക്കുവാൻ പോകുകയാണ്. പുതിയ യെരൂശലേം, ദൈവം തൻ്റെ മക്കളുമായി ഒന്നിച്ച് വസിക്കുവാൻ പോകുന്ന ആ പുതിയ യെരൂശലേം വെളിപ്പെടുവാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വചനം നിങ്ങളോട് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കുകയാണ്. ആ പണി ദൈവം ആരംഭിച്ചത് ആദ്യ മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യപ്രകാരവും സൃഷ്ടിച്ചു. അവനോട് പറഞ്ഞു, ഭൂമിയെയും അതിലുള്ള സകല പറവകളെയും സകലതിനെയും അടക്കി വാഴുക. എന്നാൽ അതോടുകൂടെ അവനൊരു പരീക്ഷയും ദൈവം വെച്ചിരുന്നു. അവനോട് പറഞ്ഞു, ഈ ഫലം പറിച്ച് ഭക്ഷിക്കരുത്. അതും ദൈവത്തിൻ്റെ ജ്ഞാനപ്രകാരം ദൈവം ക്രമീകരിച്ചിരുന്നതായിരുന്നു. കാരണം ദൈവം സൃഷ്ടികർത്താവ്, ശ്രദ്ധിക്കണേ, ദൈവം സൃഷ്ടികർത്താവ്. ദൈവം മനുഷ്യരെ തന്നെ പോലെ സൃഷ്ടിച്ചാലും സൃഷ്ടികർത്താവ് സൃഷ്ടി എന്നുള്ളതായ വ്യത്യാസമുണ്ടായിരിക്കും. എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവ്, നാം അവനെ പോലെ ആയിത്തീരേണ്ടതിനു വേണ്ടി നമ്മളെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിട്ട് അവനെ പോലെ ആയിത്തീരുവാൻ ഒരു മഹൽ ഭാഗ്യം ദൈവം തന്നിരിക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. നിത്യതയിൽ നാം ദൈവത്തോട് വസിക്കുമ്പോൾ അവനെ പോലെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനം ഇരിക്കും. ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ ഇരുന്നതുപോലെ എൻ്റെ സിംഹാസനമേലിരിക്കും. അതുപോലെ കർത്താവിൻ്റെ പ്രാർത്ഥന നാം കേൾക്കുന്നുണ്ട്. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായി തീരട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, മനുഷ്യരെ സ്നേഹിക്കുന്ന ഇത്ര വലിയ ദൈവത്തിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പുഴുവായ എനിക്ക്, ബലഹീനനായ എനിക്ക്, അല്പനായ എനിക്ക് അവനെ പോലെ ആയിത്തീരുവാൻ ഒരു ഭാഗ്യം അവൻ തന്നിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ആദ്യമത്തെ മനുഷ്യനെ അവനെ തന്നെ പോലെ സൃഷ്ടിച്ചു, എന്നാൽ അവൻ പാപം ചെയ്തു. എന്നാൽ ഇതാ 2 തിമോത്തിയോസ് 1:10 വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 2 തിമോത്തിയോസ് 1:10. 2 തിമോത്തിയോസ് 1:10 വായിച്ചാട്ടെ. 2 Timothy chapter 1 verse 10. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്ത വണ്ണമത്രേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം വെറും നിഴൽ പോലെയാണ്. ആദം പാപം ചെയ്തതിനാൽ അവനിൽ ഉണ്ടായിരുന്നത് നിത്യത നഷ്ടപ്പെട്ടു, ദൈവത്വം നഷ്ടപ്പെട്ടു. സകല മനുഷ്യരും ഇന്ന് വെറും കാറ്റുപോലെ, വെള്ളത്തിലെ കുമിള പോലെ താൽക്കാലികരായിരിക്കുമ്പോൾ നമ്മെ നിത്യരാക്കുവാൻ സത്യനായ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. ആ നിത്യനായ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത് വേറൊരു മതം കൂടെ സ്ഥാപിക്കുവാനല്ല, എന്നാൽ താൽക്കാലികരായ മനുഷ്യരെ അവർക്ക് നിത്യത നൽകി. ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം, ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ hath abolished death and hath brought life and immortality to light through the gospel. സുവിശേഷം എന്ന് പറയുന്നത് മതം മാറ്റുന്ന പരിപാടിയല്ല. സുവിശേഷം എന്ന് പറയുന്നത് ക്ഷണികനായ മനുഷ്യനെ അക്ഷയനാക്കി തീർക്കുന്നതാണ്. നാശവാനായ മനുഷ്യനെ,
വെറും വെള്ളത്തിലെ കുമിള പോലെയുള്ള മനുഷ്യനെ നിത്യനായി രൂപാന്തരപ്പെടുത്തുന്നതാണ് സുവിശേഷം. സുവിശേഷം ഒരു രാജ്യത്തിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ളതല്ല, ഒരു മതത്തിനു വേണ്ടിയുള്ളതായിട്ടല്ല, അത് ക്രിസ്ത്യാനികളുടെ പൊത്തുവകയല്ല. ആർക്കെല്ലാം അക്ഷയത ആവശ്യമുണ്ടോ, ആരെല്ലാം ഇമ്മോർട്ടാലിറ്റി ആഗ്രഹിക്കുന്നുവോ, അവർക്കെല്ലാം വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് പലർക്കും രോഗസൗഖ്യം മതി, അക്ഷയത വേണ്ട. അനേക പ്രാസംഗികന്മാരും ജനങ്ങളെ വിളിച്ചുകൂട്ടി അവരെ നൃത്തം ചെയ്യിച്ച് നടിപ്പിച്ച് അവരുടെ കൈയും കാലും ഒക്കെ സൗഖ്യമാക്കി അങ്ങ് വിടും. അത് നല്ലത് തന്നെ. എന്നാൽ പ്രിയമുള്ളവരെ, കേരളത്തിനു വേണ്ടിയത് അക്ഷയത്വമായ സുവിശേഷം, താൽക്കാലിക മനുഷ്യരെ നിത്യനാക്കി മാറ്റുന്ന സുവിശേഷം, മനുഷ്യനെ കുറച്ച് അനുഗ്രഹിക്കുന്ന സുവിശേഷം പറഞ്ഞാൽ നിങ്ങളുടെ റബ്ബർ തോട്ടം വർദ്ധിച്ചാലും, നിങ്ങളുടെ ബിസിനസ് വർദ്ധിച്ചാലും, നിങ്ങളുടെ ജോലി കിട്ടിയാലും സഹോദരാ വിട്ടേച്ചു പോയേ ഒക്കുള്ളൂ. സ്വർഗസ്ഥനായ ദൈവം ഭൗതികമായ നന്മ തന്ന് നിങ്ങളെ അനുഗ്രഹിക്കാനല്ല വന്നത്. ക്ഷണികനായ മനുഷ്യനെ, നശ്വരനായ മനുഷ്യനെ, നശിച്ചു പോകുന്ന മനുഷ്യനെ അക്ഷയനാക്കി തീർക്കണം. അതിനുവേണ്ടി അവനിൽ നിത്യജീവന്റെ വചനം കൊടുക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി അവനെ വീണ്ടും ജനനത്തിലേക്ക് നടത്തണം, വീണ്ടും ജനത്തിലേക്ക് നടത്തണം. പാലായിലുള്ള ദൈവജനമേ, നിങ്ങൾക്ക് വേണ്ടിയത് രോഗസൗഖ്യമല്ല അത്യാവശ്യം, നിങ്ങൾക്ക് ഭൗതിക നന്മയല്ല അത്യാവശ്യം. നിങ്ങൾക്ക് വേണ്ടത് ജോലി വർദ്ധിക്കല്ല, നിത്യനായി തീരുക, നിത്യതയ്ക്ക് അംശിയായി തീരുക. ഈ ലോകത്തിലെ വാസം അല്പകാലം മാത്രമേ ഉള്ളൂ. ഈ അല്പകാലത്തിനുള്ളിൽ നീ നിത്യതയ്ക്ക് അവകാശിയായി തീരണം. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. എന്നാൽ ഇന്ന് സാത്താൻ അത് തന്ത്രപരമായി രോഗസൗഖ്യവും അനുഗ്രഹവുമായി മാറ്റിയിരിക്കുകയാണ്. എല്ലാവരും കൂടി കുറച്ച് ചാടി ബഹളമുണ്ടാക്കി, കുറച്ച് പേര് രോഗസൗഖ്യവുമായി, കുറച്ച് പേര് സൗഖ്യം പ്രാപിച്ചു, ഇതായി വലിയ ബഹളമാണ്. ഇതെല്ലാം സാത്താൻ്റെ കളിപ്പീരാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ അന്ധകാരം വർദ്ധിക്കുകയാണ്. ഞാൻ ആത്മാവിൽ കാണുന്നത് കേരളത്തിൽ അന്ധകാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സഭകൾ വർദ്ധിക്കുന്നു, യോഗങ്ങൾ നടക്കുന്നു, ഓട്ടം നടത്തുന്നു, നൃത്തങ്ങൾ നടത്തുന്നു. എന്നാൽ അന്ധകാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നിത്യജീവനെ വെളിപ്പെടുത്തുന്നില്ല. എത്ര പ്രസംഗവേദികളിലാണ് നിത്യജീവന് വേണ്ടി വില കൊടുക്കുന്നത്? പാലായിലുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അടുത്ത നേരത്തെ ആഹാരത്തെക്കാൾ അത്യാവശ്യം നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അടുത്ത നേരത്തെ വെള്ളത്തിന്, ദാഹത്തിനുള്ള വെള്ളത്തിന് പകരം അത്യാവശ്യമായിരിക്കുന്നത്, പാലായിലുള്ളവർക്ക് ആവശ്യമായിരിക്കുന്നത് നിത്യജീവനാണ്. അതുകൊണ്ടാണ് ഉറച്ച് ഇത് സംസാരിക്കുന്നത്. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ വന്നാൽ ആയിരങ്ങളായി ഹിന്ദുക്കളായവരും മുസ്ലിങ്ങളായവരും സിഖ് മതത്തിലുള്ളവരും ആയിരങ്ങളായി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആയിരങ്ങളായി അവരുടെ വീടുകൾ നശിപ്പിക്കപ്പെടുന്നു, വീടുകൾക്ക് തീ വയ്ക്കപ്പെടുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്ന ദിവസം തന്നെ ശ്രീനഗറിലുള്ള അസാദുള്ള എന്ന് പറഞ്ഞ സഹോദരൻ്റെ, അവൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പശുനാഥപൂർവ്വം പ്രാപിച്ചു. അത് കുറച്ച് അവൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റേതായ സ്വന്തക്കാർ തന്നെ വന്ന വീട് മുഴുവൻ തകർത്തു. അവൻ്റെ സ്വന്തക്കാർ, അവൻ്റെ അമ്മാച്ചനും സഹോദരന്മാരും മറ്റവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. കർത്താവിന് സ്തോത്രം. ഞാൻ ചോദിച്ച സഹോദരൻ എന്താണെന്ന് പറഞ്ഞു, എല്ലാം നഷ്ടമായാലും യേശുവിനെ എനിക്ക് ലഭിച്ചു. എല്ലാം നഷ്ടമായാലും, ഞങ്ങളെ കൊന്നാലും ഇനി ഞങ്ങൾ സത്യം മനസ്സിലാക്കി. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവജനമേ, കേരളത്തിലുള്ള ദൈവജനമേ, കേരളത്തിലുള്ള ദൈവസഭകളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ദൗത്യം നിങ്ങൾ പൂർണ്ണമായി ദൈവത്തിൻ്റെ വചനത്തിനനുസരണമായി വിശ്വസ്തയോടെ പാലിക്കുന്നുണ്ടോ? ജനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു.
നിത്യജീവൻ മനസ്സിലാകാതെ ഭൗതികങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഓടി നടക്കുമ്പോൾ ഈ ഭൗതിക നശ്വരമാണ്, ഇതല്ല നിങ്ങൾക്ക് ആവശ്യം. ഇത് നിങ്ങൾ ഭൂമിയിൽ നിഴൽ പോലെയാണ്, പരദേശികളാണ്. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിത്യജീവനാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്ക് കൊണ്ടുവന്നത് നിത്യജീവനാണ്. ഹല്ലേലൂയ. ഒരു മതമല്ല കൊണ്ടുവന്നത്, നിത്യജീവൻ. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അക്ഷയ സുവിശേഷ നിമിത്തം, സുവിശേഷം മൂലം നമ്മൾക്കവൻ നിത്യത കൊണ്ടുവന്നിരിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് മനസ്സിലാക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൗതികമായ നന്മകൾ താൽക്കാലികം, എന്നാൽ നിത്യത യേശു ക്രിസ്തുവിൽ കൂടെ നിത്യജീവൻ പ്രാപിക്കുന്നതാണ് ഏറ്റവും വിലയേറിയ അനുഭവം. നമ്മുടെ തലകളെ വണക്കി നമ്മളെ തന്നെ ഒന്ന് ആരാഞ്ഞു നോക്കാം. ഇവിടെ ഇരിക്കുന്നവരിൽ, പ്രിയപ്പെട്ടവരിൽ, അതുപോലെ വെളിയിൽ നിന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്കിന്ന് ആവശ്യമായിരിക്കുന്നത് എന്താണ്? നിത്യജീവനാണ് എന്നുള്ളത് നീ മനസ്സിലാക്കുന്നുവോ? നിനക്കിന്ന് ആവശ്യമായിരിക്കുന്ന വസ്തു കുറേ കൂടെ കിട്ടുന്ന എന്നുള്ളതല്ല. നിനക്ക് ആവശ്യമായിരിക്കുന്ന തലവേദനയോ വയറ്റുവേദനയോ മാറുക എന്നുള്ളതല്ല. അത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. അത് ചെയ്യുവാൻ നിൻ്റെ പിതാവ് ഒരുക്കമാണ്. എന്നാൽ നിനക്ക് അത്യാവശ്യമായിരിക്കുന്നത്, ഞാൻ ആ നിത്യതയ്ക്ക് അവകാശിയായിട്ടുണ്ടോ? എൻ്റെ ആത്മാവിൽ, എൻ്റെ ആത്മാവും പ്രാണൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ നിത്യതയ്ക്ക് അവകാശിയായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഈ സമ്പാദിച്ചു വച്ചിരിക്കുന്നതെല്ലാം വിട്ടിട്ട് എനിക്ക് പോകണം, ഞാൻ പിന്നെ നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കേണ്ടി വരുമല്ലോ. നീ പോയിട്ട് തിരികെ വരികയില്ല. പ്രിയ സഹോദര, ഇത് സത്യമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നോണ്ട് പറയുന്നതാണ്. റോഡിൽ നിന്ന് കേൾക്കുന്ന പ്രിയ സഹോദര, കടയിൽ നിന്ന് കേൾക്കുന്ന പ്രിയ സഹോദര, വഴിത്തെരുവിൽ നിന്ന് കേൾക്കുന്ന പ്രിയ സഹോദര, ഞാൻ ഈ പറയുന്ന സത്യം നീ ഗ്രഹിക്കുമോ? ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്കിത് കേൾക്കുവാൻ അവസരം തന്നിരിക്കുകയാണ്. ഇവിടെ മതം മാറ്റുന്ന പ്രസംഗമല്ല. മതമെല്ലാം നല്ലത് തന്നെ, എല്ലാ മതങ്ങളും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. എന്നാൽ ക്ഷണികനായ മനുഷ്യ, വെള്ളത്തിലേക്ക് മുള പോലെയുള്ള മനുഷ്യ, അല്പനേരത്തേക്ക് മാത്രം ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യ, നീ ഭൂമിയിൽ നിന്ന് യാത്ര പറയുന്നതിന് മുൻപ് നിൻ്റെ പ്രാണൻ, നിൻ്റെ ആത്മാവ് നിന്നിൽ നിന്ന് എടുക്കപ്പെട്ടു പോകുന്നതിന് മുൻപായി ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത് നിത്യതയ്ക്ക് അവകാശിയായി തീരുക. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനം കേട്ട എല്ലാവരുടെ മേലും നിൻ്റെ കൃപ ധാരാളമായി ഉണ്ടായിരിക്കണമേ. റോഡിൽ നിന്നും വഴിയേരിയിൽ നിന്നും കേട്ട എല്ലാവർക്കായും സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധന് കാരണവാനും നീതിമാനുമായി സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ വൈകുന്നേര വേളയിൽ കർത്താവെ നിൻ്റെ വചനം ഘോഷിക്കപ്പെടുവാൻ ദാസന്മാരെ നീ ബലപ്പെടുത്തി. കർത്താവെ, ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കർത്താവ് ഹാളിൻ്റെ അകത്ത് വരുന്ന ഓരോ വ്യക്തികളും സുവിശേഷം കേൾക്കുവാനിടയായി കർത്താവെ, അത് ജീവനായി മാറുവാൻ, നിത്യജീവൻ അവകാശികളായി തീരുവാൻ സ്വർഗ്ഗവളം സഹായിക്കണമേ കർത്താവെ. ഇത്രത്തോളം കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച കൃപക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. കടന്ന് ഓരോ വ്യക്തികളെയും കർത്താവിൻ്റെ കരത്തിലേൽപ്പിക്കുന്നു. കർത്താവ് തുടർന്ന് നിത്യജീവൻ്റെ വഴികളിൽ നടക്കുവാൻ കർത്താവ് ഓരോരുത്തരെ സഹായിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ കൃപ അധികമായി പകരുമാറാകണമേ. എൻ്റെ ദാസനെ പൂർവാധി ശക്തിയായി ഉപയോഗിച്ചല്ലോ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. തുടർന്ന് കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം സകല ഉപകാരങ്ങൾക്കായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ സമാധാനവും ആശ്വസിപ്പിഞ്ഞോടുന്ന പരിശുദ്ധാത്മാരുടെ കൂട്ടായ്മ സഹവാസവും ഓർത്ത് പ്രാവശ്യ സകല വിഷയങ്ങളുടെ മേലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരെ ഉണ്ടായിരിക്കുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തു മൂലം ചെയ്ത സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരും.